ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേറെ ലെവലൊരു തെലുഗു ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് വൈഫ് ഓഫ് റാം. ഒരു സാധാരണക്കാരിയായ ഗർഭിണിയായിരുന്ന നമ്മുടെ നായികയ്ക്കും ഫാമിലിക്കും ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അതില് തന്റെ ജനിക്കാനിരുന്ന കുഞ്ഞും അതുപോലെ ഹസ്ബൻഡും മരണപ്പെട്ടു പോവാണ്. എന്നാൽ പിന്നീടാണ് അവൾക്ക് മനസ്സിലാവുന്നത് തന്റെ ഹസ്ബൻഡിന്റേത് ഒരു സാധാരണ മരണമല്ല, അതൊരു മർഡറാണ്. അതിന്റെ പിന്നിലെ കൊലയാളിയെ തേടി നമ്മുടെ ഹീറോയിൻ ഇറങ്ങേണ്ടി വരികയാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ട്വിസ്റ്റുകളുള്ള വേറെ ലെവലൊരു ക്രൈം ത്രില്ലർ മൂവിയാണിത്. ഇനിയും കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി കഥകള് നിങ്ങൾക്ക് വേണ്ടി തേടി പിടിച്ചു കൊണ്ടുവരാന് എനിക്കൊരു മോട്ടിവേഷന് ഈ ഒരു വീഡിയോയ്ക്ക് എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി നമുക്ക് കഥ ആരംഭിക്കാം. ഈ കഥയുടെ ആരംഭത്തില് 15 ദിവസങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു മലയോര പ്രദേശത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതില് രണ്ടാളുകള് മുറിവ് പറ്റി റോഡിൽ വീണ് കിടക്കുകയാണ്. അപ്പൊ ആ വഴി വന്ന ഒരു ഡ്രൈവർ ഉടനെ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ആ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപകടം പറ്റിയത് ഹസ്ബൻഡും വൈഫുമാണ്. ഹസ്ബൻഡിന്റെ പേര് റാം, അതുപോലെ വൈഫിന്റെ പേര് ദീക്ഷ. രണ്ടുപേർക്കും സംഭവിച്ച ആക്സിഡന്റ് കുറച്ച് വോഴ്സ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അവർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയാണ്. അപ്പോഴാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആക്സിഡന്റ് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു പോലീസുകാരൻ വരുന്നത്. ഈ ഒരു കോൺസ്റ്റബിളിന്റെ പേരാണ് രാമയ്യ ചാരി. നമുക്ക് ഇങ്ങനെ ചാരി എന്ന് വിളിക്കാം. ചാരി ഡോക്ടേഴ്സിനോട് അവരുടെ സിറ്റുവേഷൻ എന്തെന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് സംഭവിച്ചത് ഹസ്ബൻഡിനും വൈഫിനും വരുന്നില്ലേ, അവർക്ക് നല്ല പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല വൈഫ് നിറമാസ ഗർഭിണിയായിരുന്നു. എന്നാൽ ആക്സിഡന്റിന്റെ ആഘാതത്തില് അവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ അവരുടെ ഹസ്ബൻഡ് റാമും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് കേട്ടപ്പോ ചാരിയുടെ മുഖത്തൊരു സങ്കടം കാണാണ്. അപ്പൊ ഡോക്ടർ, എന്താ സാറേ, ഡ്യൂട്ടിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തതാ? അപ്പൊ അങ്ങേരും അതേന്ന് പറയുമ്പോ കുറച്ച് ധൈര്യം സംഭവിച്ചോ? ഇതുപോലെ പല കേസുകളും ഇനിയും ഡീൽ ചെയ്യാനുള്ളതല്ലേ? അപ്പോ ചാരി ചോദിക്കുന്നുണ്ട്, ദീക്ഷ, എനിക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ? എന്നാൽ അവർക്കിപ്പോ ബോധമില്ലാത്ത അവസ്ഥയിലാണ്. ഇനി ബോധം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ കോമയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥയിലെ നായികയായിട്ടുള്ള ഇപ്പോ ആക്സിഡന്റ് സംഭവിച്ച ദീക്ഷയിലെ അവളുടെ മനസ്സിലൂടെ ചില വിഷ്വൽസ് പോകുന്നുണ്ട്. അതായത് ദീക്ഷയും റാമും അവരുടെ കുഞ്ഞിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സുന്ദര നിമിഷങ്ങളായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ദീക്ഷ അവൾക്ക് ബോധം തിരിച്ചു കിട്ടാണ്. ഭാഗ്യത്തിന് അവള് കോമയിലായിപ്പോട്ടില്ല. അപ്പോൾ അവളുടെ റൂമിലേക്ക് അവളുടെ അമ്മ വരുമ്പോ അവള് ചോദിക്കുന്നുണ്ട്, അമ്മേ, എന്റെ കുഞ്ഞവിടെ പ്രായമാവാതെ പ്രസവിക്കേണ്ടി വന്നുകൊണ്ട് ചിലപ്പോ ഐസിയുലായിരിക്കൂലേ, അല്ലെങ്കിൽ റാമിന്റെ ഇരിക്കില്ല. അതായത് ദീക്ഷയ്ക്കും തന്റെ ഹസ്ബൻഡിനും ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതോ അത് കാരണമാണ് ഹോസ്പിറ്റലിലേക്ക് അവൾ അഡ്മിറ്റ് ആയതെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ലാന്ന് തോന്നുന്നുണ്ട്. അവൾ ഇപ്പോഴും കരുതി വെച്ചിട്ടില്ലേ അവൾ പ്രസവത്തിന് ഹോസ്പിറ്റലിലേക്ക് വന്നാണെന്നാണ്. എന്നാൽ അപ്പോഴാണ് അവളുടെ അമ്മ അറിയാതെ കരഞ്ഞു പോന്നേ. അപ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അല്ല, എന്താ അമ്മ കരയുന്നേ? അപ്പോഴാണ് അവളുടെ അമ്മ അവൾക്ക് സംഭവിച്ച ആ ഒരു ആക്സിഡന്റിനെ കുറിച്ചും അവളുടെ കുഞ്ഞും അതുപോലെ ഹസ്ബൻഡും മരണപ്പെട്ട കാര്യവും പറയുന്നേ. എന്നാൽ അവൾക്കത് സഹിക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ബാങ്കോങ്ങിൽ നിന്ന് ഏതോ ഒരാള് ഒരു പോലീസുകാരെ വിളിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം കൂളായിട്ടുണ്ട്, കുറച്ച് നാളിനുള്ളിൽ തന്നെ എല്ലാം ശരിയായിക്കൊള്ളുന്ന് പോലീസുകാരും പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ചാരു വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും ടീമും ദീക്ഷയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. എന്നാൽ ഈ ഒരു ഇൻസ്പെക്ടറിലെ ഇങ്ങനൊരു കറപ്റ്റ് ആയിട്ടുള്ള പോലീസുകാരനാണ്. അതെങ്ങനെയാ മനസ്സിലായെന്ന് വെച്ചാല് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഏതൊരുത്തൻ ഫോൺ വിളിക്കുമ്പോൾ നിന്റെ അളിയനെ വെറുതെ വിടണമെങ്കിൽ ഞാൻ പറഞ്ഞ പൈസയില്ലേ അത് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നീ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇൻസ്പെക്ടർ നമ്മുടെ ചാരിനോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ, അവരുടെ ആക്സിഡന്റ് സംഭവിച്ചത് അവര് ഡ്രൈവ് ചെയ്ത് വരുമ്പോ സെൽഫി എടുക്കാൻ നോക്കിട്ടാ? അപ്പൊ ചാരി, അല്ല സാറേ, ഇരുട്ടത്ത് ആരെങ്കിലും സെൽഫി എടുക്കുവോ? ഓഹോ, നിനക്ക് ഡൗട്ട് ഉണ്ടാ? എന്നാ കാണിച്ചാരാടാ. അങ്ങനെ ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ചാരി അരികിൽ നിർത്തിയിട്ട് ഒരു സെൽഫി എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഫോണിലെ ഇത് ഐഫോണാ, ഇരുട്ടത്ത് നിന്നെടുത്ത സെൽഫിയില് നമ്മളുടെ മുഖം നല്ല വെളിച്ചത്തിൽ കാണുന്നില്ലേ, അതിന് ഫോണില് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായാൽ മതി. നീ ഇപ്പോ പുതുതായിട്ട് ജോയിൻ ചെയ്തല്ലേ, ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാട്ടാ. അങ്ങനെ നേരെ ദീക്ഷയുടെ അടുത്തേക്ക് പോയിട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോ സെൽഫി എടുക്കാൻ നോക്കിയപ്പോഴല്ലേ ആക്സിഡന്റ് സംഭവിച്ചേ? എന്നാൽ ദീക്ഷ പറയുന്നുണ്ട്, കുറച്ച് നേരം വരെ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്, നമ്മളെ രണ്ടുപേരെയും ഏതോ ഒരു അജ്ഞാതൻ കൊല്ലാനായിട്ട് ആക്രമിക്കുകയായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അവനെ നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല സാറേ, അവനെ കണ്ടിരുന്നില്ല, കാരണം അവൻ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ശരിക്ക് എന്താ സംഭവിച്ചെന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? സാറേ, അന്ന് നമ്മൾ രണ്ടുപേരും ഒരു റിസോർട്ടിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ആ ഒരു മല ഏരിയയിലെ വിഷ്വൽസ് നല്ല രസമായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും വണ്ടി നിർത്തിയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുഖം മറിച്ച് ഏതോ ഒരുത്തം വന്നിട്ട് റാമുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു പ്രശ്നം സ്ട്രോങ് ആകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു നോക്കി. എന്നിട്ടും എനിക്ക് കഴിഞ്ഞില്ല. അതിനിടയിൽ ഞാൻ
പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോണും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരും ഫോൺ പിക്ക് ചെയ്തില്ല. എന്റെ ഫോൺ കട്ട് ചെയ്ത് കളയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ കയറി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോ അവനവന്റെ കാറ് സ്പീഡിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് ദീക്ഷത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ലേ, ആ ഒരു കാറ് ഡ്രൈവർ വന്നിട്ട് പറയുന്നത്, സാറേ ആ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ആ ഒരു വണ്ടിയുടെ നമ്പർ കണ്ടിരുന്നോ? അത്രയും സ്പീഡിൽ പോകുന്ന വണ്ടിയുടെ നമ്പർ എങ്ങനെ നോട്ട് ചെയ്യുക? ഓൾറെഡി നമ്മുടെ ദീക്ഷ പറഞ്ഞതും അതുപോലെ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചാരിയും നോട്ട് ചെയ്ത് വെക്കുന്നില്ലേ? അപ്പോഴാണ് ഇൻസ്പെക്ടർ നമ്മുടെ ഡ്രൈവറോട് ചോദിക്കുന്നത്, അല്ലടാ ഇവരുടെ ആക്സിഡന്റ് നടന്ന ആ ഒരു റോഡ് അതൊരു വൺ വേ അല്ലേ, നീ എന്തിനാ വൺ വേയിലൂടെ വന്നേ? അപ്പൊ അവൻ പറയുന്നുണ്ട്, സാറേ എന്റെ വണ്ടിയിലെ എണ്ണ ഏകദേശം തീരാനായി. അപ്പോൾ അവിടെ അടുത്തൊരു പമ്പുണ്ട്, പമ്പിലേക്ക് എത്താനുള്ള എണ്ണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സൈഡിലൂടെ വന്നേ. എന്നാൽ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, പൊന്നു മോനെ എനിക്ക് നല്ല സംശയമുണ്ട്, ആ ഒരു വഴി വേറൊരു വണ്ടി വന്നിട്ടില്ല, ഇവരെ ആക്സിഡന്റ് ചെയ്തത് അത് നിന്റെ വണ്ടി തന്നെയാണോ? അന്നത്തെ ദിവസം ഇവൻ എവിടെയൊക്കെ പോയേ ഇവന്റെ GPS ട്രാക്ക് മുഴുവനായിട്ട് ഒന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, സാറ് ഇതെന്താ പറയുന്നേ, ഇതൊക്കെ എന്റെ തലയിലാക്കാനാ? എനിക്കൊരു ഭാര്യയും കുഞ്ഞും ഉള്ളതാ, എന്നെ ഒന്ന് വെറുതെ വിടുവോ? അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, എന്നാൽ മര്യാദക്ക് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി, കുറച്ച് നേരത്തേക്ക് നീ വായടക്ക്. അപ്പോൾ ദീക്ഷ പറയുന്നുണ്ട്, സാറേ ഞാനും എന്റെ ഹസ്ബൻഡും ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയാ അവിടെ വണ്ടി നിർത്തിയിരുന്നേ. അപ്പൊ ഇൻസ്പെക്ടർ, നിങ്ങൾ 6 മാസം പ്രഗ്നന്റ് അല്ലേ, നട്ട പാതിരാത്രി സമയത്ത് വ്യൂ കാണാൻ നിന്നല്ലേ? ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് ഏതൊരു മുഖംമൂടി ഇട്ട നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഇതിന്റെ പിന്നില്. എന്നാൽ അയാള് ആരാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ദീക്ഷ പറയുന്നുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞില്ല സാറേ, എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇൻസ്പെക്ടർ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലൈന്റ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ വല്ല ക്ലൂവും കിട്ടിയാൽ ഉടനെ തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തോളാം. അങ്ങനെ അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ചാരി ചോദിക്കുന്നുണ്ട്, സാറേ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, എവിടെ നിന്ന് നമ്മൾ തുടങ്ങണ്ടേ? അപ്പൊ ഇൻസ്പെക്ടർ, ഒരു തലയും വാലുമില്ലാത്ത മർഡർ കേസിന്റെ പിന്നാലെ പോവാന് എനിക്കെന്താ തലക്ക് വല്ല ഓളുണ്ടോ? അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ ദീക്ഷയിലെ അവളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവളും റാമും ഒന്നിച്ച് താമസിച്ച അവളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ആ ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും സന്തോഷത്തോടെയുള്ള ഓരോ നിമിഷങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. എങ്ങോട്ട് തിരിയുമ്പോഴും റാം തന്റെ കൂടെയുള്ള പോലെ അവൾക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാന് എന്തായാലും താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ബിസിയാവാനെ. അങ്ങനെ 2 ദിവസത്തിന് ശേഷം അവള് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ദീക്ഷയെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു പോകുന്നതും ദീക്ഷ കാണുന്നുണ്ട്. അങ്ങനെ ദീക്ഷ നേരെ അവളുടെ MD കാണാൻ പോവാണ്. അപ്പോൾ അവര് പറയുന്നുണ്ട്, ദീക്ഷ നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും, അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് നീ ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമില്ല, കുറച്ച് നാള് ലീവ് എടുക്ക്. അങ്ങനെ ദീക്ഷ അവിടുന്ന് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അല്ല പോലീസ് എന്തിനാ ഓഫീസിലേക്ക് വന്നേ? അത് നമ്മുടെ സ്നേഹയില്ലേ, നിന്റെ കൂട്ടുകാരി, അവളുടെ കൊലപാതകത്തിനെ കുറിച്ച് അന്വേഷിക്കാനാണ്. ആ ഒരു കൊലയാളികളെ ഏകദേശം പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവള് വീടിന്റെ വാതിൽ തുറക്കുമ്പോഴും അവളുടെ ഹസ്ബൻഡ് റാം ആ ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. വല്ലാതെ മെന്റലി ഡൗൺ ആയി പോയ ദീക്ഷ അന്ന് രാത്രി കുറെ നേരം ഉറങ്ങാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് കഴിയുന്നില്ല. അങ്ങനെ രാവിലെ ആയപ്പോ തന്നെ ഉടനെ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറില്ലേ അങ്ങേർക്ക് ദീക്ഷ കോൾ ചെയ്തിട്ട് അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, സാറേ അന്വേഷണം എവിടെ വരെ എത്തി? എന്നാൽ അങ്ങേര് പറയുന്നുണ്ട്, മേഡം അതിന് കുറച്ച് സമയം എടുക്കും. അപ്പൊ ദീക്ഷ, എത്ര സമയം എടുക്കും? അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് ഞാനൊന്ന് വരട്ടെ, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല, എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഫോൺ കട്ടിയാണ്. എന്നാൽ കുറച്ചു ദിവസം നമ്മുടെ ഇൻസ്പെക്ടർ വിളിക്കുന്ന ദീക്ഷ കാത്തു നോക്കിയിട്ടും അങ്ങേര് വിളിക്കുന്ന കാണുന്നില്ല. എന്നാൽ നേരിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുക തന്നെ. അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല. അപ്പൊ കുറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ദീക്ഷയെ കണ്ടപ്പോ, അല്ല മേഡം നിങ്ങളോട് ഞാൻ ഫോണിൽ പറഞ്ഞല്ലേ എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാലേ അങ്ങോട്ട് വിളിച്ചോളാന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട്, സാർ അത് പറഞ്ഞിട്ട് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞില്ലേ, എന്നിട്ടും ഒരു വിളിയോ ഒരു ക്ലൂവോ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിട്ടാ ഈ ഒരു ഹൈദരാബാദില് ഒരു ദിവസം ഒരു 1000-2000 കേസുകൾ വരും. ഇന്നിപ്പോ ആകെ ഈ ഒരു സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഓഫീസേഴ്സും ഒരു 40-50 കേസ് മാത്രമേ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബാക്കി കേസ് നമ്മൾ തന്നെ ഡീൽ ചെയ്യണ്ടേ? അപ്പോൾ ദീക്ഷ ചോദിക്കുന്നുണ്ട്, സാറേ ഇതുവരെയുള്ള അന്വേഷണത്തില് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയോ? അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദൂരം വലത്തോട്ട് പോവാ, എന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കുക. അപ്പോൾ അവിടെ ഒരു ജ്യോതിഷിയുണ്ട്, അങ്ങനോട് ചോദിച്ചാൽ മതി, അങ്ങനെ കണക്ക് കൂടി പറഞ്ഞുതരും. എന്റെ തലയില് ഇതിലും പ്രധാനപ്പെട്ട കുറെ കേസുകളുണ്ട്, അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡിന്റെ കേസ് അത് ചാരിയില്ലേ ഇവൻ അന്വേഷിച്ചോളൂ. അതും പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ദീക്ഷ വല്ലാതെ തകർന്നു പോവാണ്. കാരണം ഒരു മർഡർ കേസ് ഒരു കോൺസ്റ്റബിളിന്റെ തലയിലാക്കിയിട്ടല്ലേ ഇൻസ്പെക്ടർ പോയിട്ടുള്ളേ. അതുകൊണ്ട് മറുത്തൊന്നും പറയാതെ അവളുടെ സ്കൂട്ടർ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അവള് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയും ആ ഒരു പോലീസിനെയോ ഡിപ്പാർട്ട്മെന്റിനെയോ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഇപ്പോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അത് തനിക്ക് മാത്രമല്ലേ, അതുകൊണ്ട്
ദീക്ഷ തന്നെ കേസ് അന്വേഷിക്കാനായിട്ട് ഒരുങ്ങിയിറങ്ങാണ്. അങ്ങനെ നമ്മുടെ ദീക്ഷയ്ക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്റെ ഹസ്ബൻഡിന് പറ്റിയ അപകടത്തിന് പിന്നിൽ ആരായിരിക്കാം ആ ഓരോ സംശയങ്ങളും അവള് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അടുത്ത സീനിൽ അവള് നേരെ പോകുന്നത് ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ്. അവളുടെ മരണപ്പെട്ടുപോയ ഹസ്ബൻഡിന്റെ മൊബൈൽ നമ്പറിലെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ കടയിലെ പയ്യൻ പറയുന്നുണ്ട് മരിച്ചുപോയ ഒരാളുടെ നമ്പർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹീറോയിൻ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരാം, അർജന്റ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവനും പറയുന്നുണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചാൽ മതി. അവിടെ നിന്ന് നമ്മുടെ ദീക്ഷ നേരെ പോകുന്നത് നമ്മുടെ ദീക്ഷയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണമായ ഹസ്ബൻഡ് മരണപ്പെടാൻ കാരണമായിട്ടുള്ള ആ ഒരു മലമുകളിലെ അവർക്ക് ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു ഏരിയയിലേക്കാണ്. ആ ഒരു മല ഏരിയ മുഴുവനായിട്ട് അവൾ ഒന്ന് തേടി നോക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് അവൾക്ക് ഹെൽപ്പ് ആവുന്ന ഒരു ക്ലൂവും അവിടെ വെച്ച് കിട്ടുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ട് തിരിച്ചൊരുങ്ങുമ്പോഴാണ് ആ ഒരു മലേരിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹോട്ടൽ അവൾ കാണുന്നത്. അങ്ങനെ വേഗം തന്നെ ആ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് അവളൊരു റൂം ബുക്ക് ചെയ്യാണ്. അപ്പോൾ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് റൂമാ വേണ്ടേ? ആ ഒരു മലേരിയ കറക്റ്റ് കാണുക മുകളിലുള്ള റൂമിലാണ്. അപ്പോൾ അവള് മുകളിലുള്ള റൂമാന്ന് പറയുമ്പോൾ ഓൾറെഡി ആ ഒരു റൂം വേറെ ആൾ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ദീക്ഷ ചോദിക്കുന്നുണ്ട് എന്നാ ബുക്ക് ചെയ്തേ? ഒരു 10 ദിവസമായിട്ടുണ്ടാവും. ഹീറോയിന് അപകടം പറ്റിയിട്ടും 10 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആ റൂമിലുള്ള ആള് ആ ഒരു ആക്സിഡന്റ് കണ്ടിട്ടുണ്ടാവാം. എന്നാൽ ഹോട്ടലിലുള്ള ആരോടും പറയാതെ അവള് രഹസ്യമായിട്ട് മുകളിലുള്ള ആ ഒരു റൂമിലേക്ക് പോയി നോക്കുകയാണ്. എന്നാൽ ഓൾറെഡി ആ ഒരു റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോറ് തട്ടുമ്പോൾ ഉള്ളിലുള്ള ആള് പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് എനിക്ക് ആ ജനലിലൂടെ പുറത്തുള്ള ആ ഒരു വ്യൂ നോക്കാൻ പറ്റുമോ? കാരണം അടുത്ത ആഴ്ച ഒരു റൂം ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ ആയിക്കോട്ടെ. അങ്ങനെ ദീക്ഷ ഉള്ളിലേക്ക് കയറുമ്പോൾ ഓൾറെഡി ആ ഒരു റൂമിലുണ്ടായിരുന്ന ആളില്ലേ അയാള് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു റൂം അയാൾ ക്ലോസ് ചെയ്യാണ്. ദീക്ഷ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, കുട്ടി ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്, പുറത്തുനിന്ന് ശബ്ദം കേൾക്കാതിരിക്കാനാ ലോക്ക് ചെയ്തേ. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളൊരു വ്യൂ നോക്കാൻ വന്ന ആളെ പോലെ തോന്നിയില്ലല്ലോ. അപ്പൊ അവള് ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഒരാഴ്ച മുമ്പ് അവിടെ വെച്ചൊരു മർഡർ നടന്നില്ലേ അത് കേട്ടപ്പോ അയാള് റൂമിനുള്ളിലേക്ക് പോയിട്ടൊരു പത്രം എടുത്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു മർഡറാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട് അത് തന്നെയാണ്, അന്ന് മരണപ്പെട്ടത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. എന്നിട്ട് അവള് ചോദിക്കുന്നുണ്ട് അല്ല അന്ന് ആ ഒരു മർഡർ നടന്നില്ലേ അത് നിങ്ങൾ കണ്ടിരുന്നോ? എന്നാൽ അയാൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ന്യൂസ് വായിച്ചതിലെ ആ ഒരു കില്ലർ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാനല്ല ട്രൈ ചെയ്തേ. പിന്നെ എന്ത് ധൈര്യത്തില ഒരു പരിചയമില്ലാത്ത എന്റെ ഈ റൂമിലേക്ക് പോലും നിങ്ങൾ വന്നു കയറിയേ? ഇനിയിപ്പോ ഞാനാണ് ആ ഒരു കൊലയാളെങ്കിലോ? ആഹാ പണി പാളിയാ. അവള് പേടിച്ചിട്ട് വേഗം തന്നെ അവിടുന്ന് തടി കാലിയാക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് സൈക്കിളും തള്ളിക്കൊണ്ട് ഒരാൾ വരുമ്പോ അയാളോട് ചോദിക്കുന്നുണ്ട് അല്ല ചേട്ടാ ഈ ഏരിയയിൽ എവിടെയെങ്കിലും CCTV ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ മലമുകളിലോ? ഇവിടെ ഒന്നും ക്യാമറയില്ല, വല്ല കടകളും പോയി അന്വേഷിച്ച് നോക്ക്. അപ്പോൾ അന്ന് നടന്ന വിഷ്വൽസ് കിട്ടാനും ഒരു വഴിയില്ല. അങ്ങനെ ദീക്ഷ നേരെ വീട്ടിലെത്തിയ ശേഷം ദീക്ഷയുടെ ഹസ്ബൻഡ് റാമില്ലേ അങ്ങേർക്ക് കുറേയധികം ഫ്രണ്ട്സ് ഉണ്ട്. ഇനിയിപ്പോ ഫ്രണ്ട്സിന് എന്തെങ്കിലും അറിയാണെങ്കിലോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഓരോ ഫ്രണ്ട്സിന്റെയും നമ്പർ എടുത്തിട്ട് അവരെ ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് റാമിന്റെ വൈഫ് ദീക്ഷയാണ്, ഈ അടുത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്തിരുന്നോ? അപ്പോൾ അവരെല്ലാവരും പറയുന്നത് കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്തൊന്നും നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അടുത്തതായിട്ട് റാമിന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഈ അടുത്ത് റാം ഓഫീസിലേക്ക് വന്നപ്പോ എന്തെങ്കിലും പെരുമാറ്റത്തില് വല്ല ചേഞ്ചും ഫീൽ ചെയ്തിരുന്നോ? എന്നാൽ അവർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്റെ ഹസ്ബൻഡിനെ അലക്കാനിട്ടുണ്ടായിരുന്ന ഓരോ ഡ്രസ്സും അവള് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്റെ ഹസ്ബൻഡിനോട് വൈരാഗ്യമുള്ള ആരുടെയെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ? അപ്പോഴാണ് ഓൾറെഡി അലക്കാനിട്ടിട്ടുണ്ടായിരുന്ന റാമിന്റെ ഒരു പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടുന്നത്. അതിലൊരു ഹോട്ടലിന്റെ പേരാണ്. എന്നാൽ വെള്ളം നനഞ്ഞിട്ട് ആ ഒരു പേര് പകുതി മങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും ചുമരിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്ത് നോക്കാല. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ദീക്ഷ സ്റ്റേഷനിലേക്ക് പോയി നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഇൻസ്പെക്ടറുടെ പെരുമാറ്റത്തില് ഒരു മാറ്റവും ഇല്ല. തിരിച്ചു പോകുന്നതിന് മുൻപ് ചാരി പറയുന്നുണ്ട് ആ ഒരു ക്രൈം സീൻ മുഴുവനായിട്ട് പോലീസ് ടീം അരിച്ചു പെറുക്കിയതാ, എന്നാൽ ഒരു എവിഡൻസും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വല്ലാതെ തകർന്ന് ദീക്ഷ അവളുടെ വീട്ടിലേക്ക് വന്നപ്പോ ഏതോ ഒരു അജ്ഞാതൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് അന്ന് രാത്രി നടന്നത് മുഴുവനായിട്ട് ഞാൻ കണ്ടിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ കൊന്നത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ദീക്ഷയും അതാരാണെന്ന് ചോദിക്കുമ്പോ ഞാനിപ്പോ ടൗണിലെ ബസ് സ്റ്റാൻഡിലെ അതിന്റെ അരികിലുള്ള ടെമ്പിളിന്റെ അടുത്തുണ്ട്, നേരിട്ട് വന്നാ പറയാം. അങ്ങനെ അയാള് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ദീക്ഷയും കാത്തു നിൽക്കാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ഒരു സ്ഥലത്തേക്ക് ഒരു താടിക്കാരൻ വരുന്നുണ്ട്. അപ്പൊ ഹീറോൻ അല്ല നിങ്ങളല്ലേ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നേ, അന്ന് രാത്രി നിങ്ങൾ എന്താ കണ്ടേ? അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് അല്ല മാഡം നിങ്ങൾക്ക് എന്നെ ഓർമ്മ കിട്ടിയില്ല? അപ്പൊ ഹീറോൻ നിങ്ങള് സുജാതയുടെ ഹസ്ബൻഡ് അല്ലേ? ആഹാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ, എന്റെ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു NGO അംഗമായിട്ടുള്ള നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെയും എന്റെ ഭാര്യയും പിരിച്ചില്ലേ? ഇപ്പോ നിനക്ക് നിന്റെ കുട്ടിയെയും ഹസ്ബൻഡിന് നഷ്ടമായി. എന്നാൽ നിന്റെ ഹസ്ബൻഡിനെ കൊന്നത് ഞാനല്ല, പക്ഷെ നിന്നെ കൊല്ലാൻ പോകുന്നത് അത് ഞാനാണ്. അങ്ങനെ അവളെ പിടിക്കാനായിട്ട് അവളുടെ പിന്നാലെ അയാൾ പാഞ്ഞെടുക്കുമ്പോ ഏകദേശം അവളുടെ അരികിലെത്തിയപ്പോ പെട്ടെന്ന് ആരോ ഒരാള് അയാളെ അടിച്ച് താഴെയിടുന്നുണ്ട്. അത് വേറെ ആരുമല്ല നമ്മുടെ പോലീസുകാരൻ ചാരിയാണ്. ചാരി
ചാരു ചോദിക്കുന്നുണ്ട്, അല്ല ഈ സമയത്ത് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പൊ ദീക്ഷ, അല്ല ഇയാൾക്ക് എന്റെ ഹസ്ബൻഡിനെ കൊലപാതകയെ അറിയാന്ന് പറഞ്ഞപ്പോ അപ്പൊ ചാരു പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും സ്വന്തം ജീവൻ നോക്കണ്ടേ? അപ്പൊ ദീക്ഷ, ഇനിയിപ്പോ എന്റെ ജീവല്ലേ, എനിക്കങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. ഈ ഒരു ജീവിതത്തിലെ എന്റെ ആകെ ലക്ഷ്യം അതെന്റെ ഹസ്ബൻഡിന്റെ കൊലയാളിയെ തേടി പിടിക്കാന്ന് മാത്രമാണ്. അതും പറഞ്ഞിട്ട് അവളവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ നേരെ വീട്ടിലെത്തിയപ്പോ റാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു നമ്പറിലേക്ക് ഒരു ഓവർ സ്പീഡിങ്ങിന്റെ ചെല വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു ഏരിയയിലൂടെ എന്തായാലും റാം ട്രാവൽ ചെയ്തിട്ടുണ്ടാവല്ലോ. ഓൾറെഡി റാം സ്റ്റേ ചെയ്ത ഏതൊരു ഹോട്ടലിന്റെ പേര് മങ്ങിയ രീതിയിൽ ഹീറോയിന് കിട്ടിയിട്ടില്ലേ? അപ്പോ ചെല വന്ന ആ ഒരു ഏരിയയിലെ ഹോട്ടൽസ് മുഴുവനായിട്ട് ഹീറോയിൻ ചെക്ക് ചെയ്യാണ്. അങ്ങനെ ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു പകുതി പേര് വെച്ചിട്ട് അതേ പേരിലുള്ള ഹോട്ടൽ നമ്മുടെ ദീക്ഷ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് പോയി നോക്കുമ്പോൾ ഓൾറെഡി കുറച്ചധികം നാളായി ആ ഒരു ഹോട്ടല് ക്ലോസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്ന ഒരു പ്രതീക്ഷയോടെ വന്നതാണ്. അങ്ങനെ നിരാശയാൽ അവള് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ ഏതോ ഒരുത്തം വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മാഡം നിങ്ങൾക്ക് പൗഡർ വേണോ? എനിക്ക് ഒരു പൗഡർ വേണ്ട. അപ്പോഴാണ് ദീക്ഷയ്ക്ക് ഒരു ഫോൺ വരുന്നത്. അവൾ ആ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ അതിൽ ദീക്ഷയുടെ റാമിന്റെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കണ്ടപ്പോ, അല്ല മാഡം രാം സാറ് നിങ്ങളുടെ ഹസ്ബൻഡാ? അപ്പൊ ദീക്ഷ, അല്ല എന്റെ ഹസ്ബൻഡിനെ എങ്ങനെയാ തനിക്ക് പരിചയം? അതായത് രാം സാറിന്റെ ഒരു റോക്കി എന്ന ഫ്രണ്ട് ഉണ്ട്. ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് എന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പൗഡേഴ്സ് എല്ലാം വാങ്ങാറ്. എന്നാൽ ദീക്ഷ, തനിക്ക് ആള് മാറിയതായിരിക്കും. എന്റെ ഹസ്ബൻഡ് റാമിനെ അങ്ങനത്തെ ഒരു ദുശീലുമില്ല. എന്നാൽ അവൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. എന്നാൽ രാം സാറ് റോക്കിയും കൂടി ചേർന്നിട്ടാണ് പൗഡേഴ്സ് വാങ്ങാറ്. അപ്പൊ ദീക്ഷ, അല്ല നീ പറയുന്ന ഈ റോക്കിയില്ലേ, അവനെ എവിടെ പോയാലൊന്ന് കാണാൻ പറ്റുക? അപ്പോ ടൗണിലുള്ള ഒരു ക്ലബ്ബിൽ വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ അങ്ങനെ കാണാറ്. ആ ഒരു ക്ലബിന്റെ പേരും ദീക്ഷയ്ക്ക് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ദീക്ഷയും ആ ഒരു ക്ലബിലേക്ക് വരികയാണ്. എന്നാൽ ക്ലബിലേക്ക് കയറി കഴിഞ്ഞാല് അവൾക്ക് വേണ്ട ഇൻഫർമേഷൻ പെട്ടെന്ന് ആരും പറഞ്ഞു കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ക്ലബിന്റെ ഓണറുടെ പേര് റോഹൻ എന്നാണെന്നും അവന്റെ ഫോട്ടോയും നെറ്റിൽ നിന്ന് എടുത്തിട്ട് വേറൊരു നമ്പറിലെ ആ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാണ്. എന്തിനാന്ന് വെച്ചാല് റോഹനെ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു ക്ലബിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാ ആളുകളും മോഡേൺ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ ദീക്ഷ ഒരു നാടൻ ഡ്രസ്സിലല്ലേ ഇതേ ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പണിപാളും. അങ്ങനെ അവള് നേരെ റെസ്റ്റ് റൂമിലേക്ക് പോയിട്ട് അവള് ധരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സില്ലേ അതൊരു മോഡേൺ ഡ്രസ്സ് പോലെ അവള് ആൾട്ടർ ചെയ്ത് മാറ്റാണ്. എന്നിട്ട് നേരെ ആ ഒരു ബാറിൽ വർക്കുന്ന ഒരുത്തനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മാനേജർ ഒന്ന് കാണണല്ല. അങ്ങനെ മാനേജറെ അവനെ വിളിച്ചുകൊണ്ടിരുമ്പോ അയാളെ ചോദിക്കുന്നുണ്ട്, അല്ല മാഡം നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഒക്ടോബർ 21-ാം തീയതിയിലെ CCTV വിഷ്വല് ഉടനെ തന്നെ കാണണല്ല. എന്നാൽ അവൻ ഹീറോയിനെ തടഞ്ഞിട്ട്, അങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ ഹീറോയിൻ ദേഷ്യത്തില്, നീ എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്തല്ലേ, നിനക്ക് ഞാൻ ആരാന്ന് കാണിച്ചു തരാടാ. അതും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് റോഹൻ എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോ റോഹന്റെ ഫ്രണ്ടാണ് ഹീറോയിൻ എന്ന് കരുതിയിട്ട് മാനേജർ പറയുന്നുണ്ട്, മാഡം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ ചോദിച്ച CCTV വിഷ്വല് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആ ഒരു CCTV വിഷ്വല് ചെക്ക് ചെയ്യുമ്പോൾ തന്റെ ഹസ്ബൻഡ് രാജിന്റെ കൂടെ റോക്കി എന്ന ഫ്രണ്ട് ക്ലബിലേക്ക് വന്നത് അവള് കാണുന്നുണ്ട്. അവര് രണ്ടുപേരും എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിഷ്വൽസ് മുഴുവനായിട്ട് അവള് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു താടിക്കാരൻ, ഇങ്ങനെയുടെ പേര് റോയ് എന്നാണ്, റോയ് ഏതോ ഒരു ഓഫീസറെ വിളിച്ചിട്ട് ക്ലബിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് റോക്കിയെ കുറിച്ച് അന്വേഷിച്ച് പോയെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവള് വെറുതെ വിടണ്ട, ഉടനെ തന്നെ ലോക്ക് ചെയ്ത് എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ദീക്ഷയിലെ വേറൊരു ബാർട്ടൻഡറിനോട് ചോദിക്കുന്നുണ്ട്, റോക്കിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അപ്പൊ അവൻ പറയുന്നുണ്ട്, റോക്കി സാറ് ഇടക്കിടക്ക് ഒരു ബ്ലൂ കാറിലാണ് ക്ലബിലേക്ക് വരാറ്. അതിൽ കൂടുതലായിട്ട് അങ്ങനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നാൽ എപ്പോഴും അങ്ങയുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ട് എവിടെയാണ് അവളെ കാണാൻ പറ്റുക ആ ഒരു അഡ്രസ്സും പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് തന്റെ സ്കൂട്ടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ആളുകളൊന്നുമില്ലാത്ത ഒരു ഏരിയയിൽ വെച്ച് ആ ഒരു റോയിലെ അവൻ ഹീറോയിനെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് കയ്യിലൊരു കത്തി എടുത്തിട്ട്, അല്ല മോളെ നീ ആരെ തേടിയിട്ടാ ക്ലബിലേക്ക് വന്ന്, നിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? എന്നാൽ അതിനുള്ളിലെ ഹീറോയിൻ തന്റെ ബാഗിൽ നിന്ന് ഒരു പെപ്പർ സ്പ്രേ എടുത്ത് അവന്റെ മുഖത്തടിച്ച് അവന്റെ താലമണ്ടക്കൊന്നു കൊടുത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി എടുത്ത് അവന്റെ കാറിന്റെ ടയറും കുത്തിപ്പൊട്ടിച്ചിട്ട് ഹീറോയിൻ തന്റെ സ്കൂട്ടി എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ നേരെ പോകുന്നത് കുറച്ചു നേരത്തെ ബാറിൽ നിന്ന് റോക്കിയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടി വരാറുണ്ടായിരുന്നെന്ന് ഹീറോയിന് മനസ്സിലായിരുന്നില്ലേ. ആ ഒരു എസ്കോട്ട് അവളുടെ ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊരു പെൺകുട്ടിയല്ലേ, എന്നിട്ടും എന്താ എന്നെ കാണാൻ ഇങ്ങോട്ട്? ഓഹോ നിങ്ങളൊരു ലെസ്ബിയൻ ആയിരിക്കൂലേ. അങ്ങനെ ഹീറോയിന്റെ അരികിലേക്ക് അവള് വന്നിരിക്കുമ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ വന്നത് എനിക്ക് റോക്കിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം. എന്നാൽ എസ്കോട്ട് പറയുന്നുണ്ട്, എനിക്ക് റോക്കിയെ ആരെ അറിയില്ല. എന്നാൽ ഹീറോയിൻ ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കുറച്ച് നാള് മുൻപാണ് എന്റെ ഹസ്ബൻഡ് കൊല്ലപ്പെട്ടത്. അതുപോലെ എന്റെ വയറ്റിലുണ്ടായിരുന്ന 6 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇതിന്റെയൊക്കെ പിന്നിലെ ആരാണെന്ന് ചിലപ്പോ റോക്കിക്ക് അറിയായിരിക്കാം, അല്ലെങ്കിൽ റോക്കി തന്നെ ആയിരിക്കാം. എന്തൊക്കെ പറഞ്ഞിട്ടും അവള് ഒന്നും മറുത്തു പറയുന്നില്ല. ഹീറോയിന് വേറെ നിവൃത്തിയില്ല.
കുറച്ചു നേരത്തെ റോയെ അടിച്ചു താഴെയിട്ടൊരു കത്തി എടുത്ത് വന്നില്ലേ, ആ കത്തി കാണിച്ചിട്ട് അവളോട് പറയുന്നുണ്ട് മര്യാദക്ക് നീ പറയുന്നോ അല്ലെങ്കിൽ കത്തിയുടെ ചൂടറിയുന്നോ. അപ്പോ പേടിച്ചിട്ട് അവൾ പറയുന്നുണ്ട് അതിന് റോക്കി ഈ നാട്ടിലില്ല, അവൻ ബാങ്കോക്കിലാണുള്ളത്, ബാങ്കോക്കിലേക്ക് പോയിട്ട് കുറെ നാളായി, അതിനുശേഷം അവൻ തിരിച്ചു വന്നിട്ടേ ഇല്ല. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോന്റെ വീട്ടിലേക്ക് ആ ഒരു മൊബൈൽ ഷോപ്പിലെ പയ്യനില്ലേ, അവൻ റാമിന്റെ കട്ടായി പോയ മറ്റൊരു നമ്പർ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിമ്മിലെ മുഴുവൻ കോൺടാക്റ്റും ചെക്ക് ചെയ്യുമ്പോൾ അതിൽ റോക്കിയുടെ നമ്പർ ഉണ്ട്. അത് മാത്രമല്ല മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹീറോനും റാമിനും ആക്സിഡന്റ് സംഭവിച്ചില്ലേ, അന്ന് രാത്രി തന്നെയാണ് റോക്കി ബാങ്കോക്കിലേക്ക് പോയതെന്നും ഹീറോന് മനസ്സിലാവാണ്. അപ്പോ ഹീറോനൊരു സംശയം വരികയാണ്, അന്ന് മുഖമൂടിയിട്ട് വന്നതും തന്റെ ഹസ്ബൻഡിനെ കൊലപ്പെടുത്തിയതും റോക്കി തന്നെയായിരിക്കാം, അതിനുശേഷമായിരിക്കാം അവൻ ഈ നാട് വിട്ട് ബാങ്കോക്കിലേക്ക് പോയത്. അതിനെക്കുറിച്ച് പറയാനായിട്ട് ചാരിയെ വിളിച്ചിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചാരി പറയുന്നുണ്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കാര്യമില്ല, നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. അങ്ങനെ ഹീറോനെ കാണാൻ വന്നപ്പോ ഹീറോയിൻ ചാരിയോട് പറയുന്നുണ്ട് റോക്കി ആദ്യം ഒരു പെൺകുട്ടിയെ കൂടിയിട്ട് ഒരു ക്ലബിലേക്കായിരുന്നു പോയിരുന്നത്, അതേ സ്ഥലത്ത് വെച്ച് എന്റെ ഹസ്ബൻഡ് റാമുമായിട്ട് അവര് തമ്മിൽ എന്തോ ഫൈറ്റ് നടന്നിട്ടുണ്ട്. റോക്കിയുടെ ബിസിനസ് മുഴുവനായിട്ട് ബാങ്കോക്കിലാണ്. അങ്ങനെ ബാങ്കോക്കിലേക്ക് പോയിട്ട് റാം മരണപ്പെടുന്നതിന്റെ അന്ന് ഈവനിങ് റോക്കി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, റാമേ നീ തീർന്നു, അന്ന് രാത്രി തന്നെയാണ് എന്റെ ഹസ്ബൻഡ് മരണപ്പെടുന്നത്. അതിനുശേഷം രാവിലെ 2 മണിയായപ്പോൾ അവൻ ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം 24 അവേഴ്സിലെ റോക്കിയുടെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുമ്പോൾ അവൻ ബാങ്കോക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോയില്ലേ. ആ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ചാരി ചെക്ക് ചെയ്യുമ്പോൾ 22-ാം തീയതിയാണ് റോക്കിയും റാമും തമ്മിൽ ആ ഒരു ക്ലബിൽ വെച്ച് ഫൈറ്റ് ഉണ്ടാവുന്നതും. അതിനുശേഷം 23-ാം തീയതി നൈറ്റാണ് റാമു കൊല്ലപ്പെടുന്നതും. 24-ാം തീയതി അതിരാവിലെ 2 മണിക്ക് ബാങ്കോക്കിലേക്ക് അവൻ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഡീറ്റെയിൽസ് മുഴുവൻ ചെക്ക് ചെയ്ത് ചാരി പറയുന്നുണ്ട് മാഡം നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, എന്നാൽ ഇതിൽ നിന്ന് ആ ഒരു കൊലപാതകം റോക്കി തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അവൻ തന്നെയാണ് കൊലയാളിയെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതായത് ഇനി അവനാണ് മർഡർ നടത്തിയതെങ്കിൽ അന്ന് രാത്രി നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവനൊന്ന് അറിയിക്കണം. എന്നാൽ ഫോണിലൂടെ എങ്ങനെയാ വിളിച്ച് സംസാരിക്കുക, പിടിക്കപ്പെടില്ലേ. അപ്പൊ ഹീറോയിൻ നമുക്ക് സ്കൈപ്പിലൂടെ അയച്ചാലോ. അങ്ങനെ ഹീറോയിനും കൊലപാതകം കണ്ടുവന്ന് 22-ാം തീയതി മെസ്സേജ് അയക്കാണ്. അപ്പൊ ചാരി ചോദിക്കുന്നുണ്ട് അല്ല കൊലപാതകം നടന്നത് 23-നല്ലേ, ഓൾറെഡി മെസ്സേജ് നിങ്ങൾ അയക്കുകയും ചെയ്തില്ലേ, ഇനി അത് ഡിലീറ്റ് ചെയ്യണ്ട, റിപ്ലൈ എന്താ വരുന്നത് നോക്കാം. അങ്ങനെ അവര് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് റോക്കിക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്. അവൻ ആ മെസ്സേജ് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു ടെൻഷൻ വരുന്നുണ്ട്. ഉടനെ തന്നെ ആ ഒരു നമ്പറിലേക്ക് റോക്കി വിളിച്ചിട്ട് അല്ല നീ ആരാ, നിനക്കെങ്ങനെയാ ആ ഒരു ദിവസം നടന്ന സംഭവം അറിയാ, നീ എന്താ കണ്ടിട്ടുണ്ടായിരുന്നേ. എന്നാൽ മറുഭാഗത്ത് നിന്ന് നമ്മുടെ ഹീറോയിനും ചാരിയും ഒരക്ഷരം മിണ്ടുന്നില്ല. അതായത് കൂടുതലായിട്ട് ഒന്നും ഒരു മെസ്സേജ് ചെയ്തിട്ടില്ലല്ലോ. 22-ാം തീയതിയത്തെ ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലേ. ആ ഒരു ഡേറ്റ് കണ്ടപ്പോൾ തന്നെ ഇവൻ ഇത്രയൊക്കെ പേടിക്കണമെങ്കിൽ ചാരി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇവൻ തന്നെ ആയിരിക്കാം ആ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിലും വലുത് എന്തൊക്കെയോ അവൻ ചെയ്തിട്ടുണ്ട്. അടുത്ത സെല്ല് കുറച്ചു നേരത്തെ റോയ് എന്ന ഒരു ഗുണ്ടയെ ഹീറോനെ കൊല്ലാനായിട്ട് ഒരു ഓഫീസർ അയച്ചിരുന്നില്ലേ, അങ്ങേരെ വിളിച്ചിട്ട് റോയ് പറയുന്നുണ്ട് ആരൊക്കെയോ എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഓഫീസർ പറയുന്നുണ്ട് ഒരു പെൺകുട്ടി നിങ്ങളെ തേടി ക്ലബിലേക്ക് വന്നിരുന്നു, എന്നിട്ട് താൻ എന്താടോ ഇത്തിരി നേരം കൊണ്ട് പറയാതിരുന്നേ, അവൾ ആരാണെന്നും അവളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കണ്ടെത്തി നോക്ക്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോനോട് ചാരി പറയുന്നുണ്ട് അന്ന് രാത്രി ആ ഒരു മർഡർ അറ്റംപ്റ്റ് നടത്തിയത് റോക്കി ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ അവന്റെ കാർ കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചിരുന്നില്ലേ, അപ്പോ അവന്റെ കാറില് അതിന്റെ അടയാളം ഉണ്ടാവും. അതുപോലെ ദീക്ഷ നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഫോൺ ആ ഒരു സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയിന്നല്ലേ, അതിൽ അവന്റെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ DNA എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. അതുപോലെ അവന്റെ ആ ഒരു കാറ് മുഴുവനായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, അതിൽ നിന്നും വല്ല DNA കിട്ടിയാലോ. അങ്ങനെ ചാരി അവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു സ്ഥലത്താണ്. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ അവളുടെ ഫോൺ ആ ഒരു ഏരിയ മുഴുവനായിട്ട് തേടി നോക്കുമ്പോൾ അവസാനം ആ ഒരു ഫോണ് അവൾക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി ചാരി പറഞ്ഞിരുന്നില്ലേ ആ ഒരു ഫോൺ വലിച്ചെറിഞ്ഞ റോയുടെ ഫിംഗർ പ്രിന്റ് അതിൽ നിന്ന് കിട്ടിയാലേ ഈ ഒരു കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റുന്നത്. അടുത്ത സീനില് ആ ഒരു ഓഫീസറിലെ അങ്ങേര് റോയെ കാണാൻ വരികയാണ്. ആ ഒരു പെൺകുട്ടി എവിടെറാ സാറേ, അവളെന്നെ അടിച്ചിട്ടിട്ട് എന്റെ വണ്ടിയുടെ ടയറും പൊട്ടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയി, നിന്നെയൊക്കെ ഞാനല്ലാതെ ഒരു കേസ് ഏൽപ്പിക്കടാ. എന്നാൽ റോയ് പറയുന്നുണ്ട് സാറേ അവളുടെ വണ്ടിയുടെ നമ്പർ എനിക്കറിയാം. അങ്ങനെ സ്കൂട്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുത്തനോട് ഹീറോയിന്റെ അഡ്രസ് ട്രേസ് ചെയ്യാനും പറഞ്ഞിട്ട് നേരെ റോക്കി വിളിച്ച് ആ ഒരു പെൺകുട്ടി കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ അവള് പൂട്ടിയിട്ട് നിങ്ങൾ വിളിച്ചോളെന്ന് പറയാണ്. അപ്പോഴാണ് ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഉടനെ തന്നെ ഹീറോയിന്റെ വീട്ടിലേക്ക് വരാൻ പറയാണ്. ഉടനെ തന്നെ അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ വീടിന്റെ ചുറ്റും ആള് കൂടിയിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തില് റോയും തലയിലൊരു കെട്ടും കെട്ടി നിൽക്കുന്നുണ്ട്. എന്താ പറ്റി നോക്കുമ്പോൾ അവളുടെ വീട്ടിന്റെ ഉള്ളില് ആരൊക്കെ കയറിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പല സാധനങ്ങളും വലിച്ചു വാരിയിട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആ ഒരു ഇൻസ്പെക്ടർ വരുമ്പോ ഹീറോയിൻ പറയുന്നുണ്ട് റാമിനെ കൊലപ്പെടുത്തിയ കൊലയാളിക്ക് അവന്റെ പിന്നാലെ ഞാനുണ്ടെന്നും എന്റെ അഡ്രസ്സും മനസ്സിലായിട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ നിങ്ങളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ ഈ ഒരു കേസിന്റെ പിന്നാലെ പോണ്ടാന്ന്. അപ്പൊ ഒരു നെയ്ബർ എക്സ് പോലീസുകാരൻ പറയുന്നുണ്ട് മുൻപ് ഞാനൊരു പോലീസുകാരനായിരുന്നു, നിങ്ങൾക്ക് എപ്പോ
അപ്പോൾ ഈ പെൺകുട്ടി കംപ്ലൈന്റ് തന്നതാ. ഇതുവരെയായിട്ടും എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തിയോ? ഇതും അതുപോലെ വിടാനാണെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇൻസ്പെക്ടർ പോകുന്നതിന് മുൻപ് ഫോറൻസിക് ടീമിനോട് എവിഡൻസ് കളക്ട് ചെയ്യാനും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ തടി കാലിയാക്കുന്നുണ്ട്. അങ്ങനെ ഫോറൻസിക് ടീം വന്നിട്ട് അവിടുന്ന് മുഴുവനായിട്ട് എവിഡൻസ് കളക്ട് ചെയ്യാണ്. അപ്പോഴാണ് ഹീറോന്റെ റൂമിലായിട്ട് അവളുടെ നഷ്ടപ്പെട്ട മൊബൈൽ കാണുന്നത്. അല്ല മാഡം, മൊബൈൽ കിട്ടിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ആ ഒരു മൊബൈല് മുഴുവനായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇതിൽ ആരുടെയും ഫിംഗർ പ്രിന്റ് കാണുന്നില്ലല്ലോ. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വല്ല എവിഡൻസും കിട്ടും നോക്കാം. അങ്ങനെ നേരെ റോക്കിയുടെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് നിങ്ങളുടെ ഫ്ലാറ്റിനെ കുറിച്ച് ചില കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ഒരു ഫ്ലാറ്റിന്റെ പാർക്കിംഗ് മുഴുവനായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ റോക്കിയുടെ ആ ഒരു ബ്ലൂ കളർ കാർ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ആ ഒരു കാറ് എവിടെയും ഇടിച്ചതിന്റെ ഒരു ഡാമേജും കാണാനില്ല. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതേ ബ്രാൻഡിലുള്ള കാറുകൾ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ കൊടുക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഒരാഴ്ച നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല, കാരണം എന്റെ മാരേജ് ആണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല. അങ്ങനെ അടുത്ത സീനില് അന്ന് രാത്രി ഹീറോന്റെ വീടിന്റെ അരികിലെ കോളനിയിൽ വെച്ച് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച ഹീറോ നോക്കി നിൽക്കുമ്പോൾ പിന്നാലെ ഏതോ ഒരുത്തം വന്നിട്ട് കത്തിവെച്ച് അവളെ കുത്തിയിട്ട് പോവാണ്. അപ്പോഴാണ് അവളുടെ ശബ്ദം കേട്ടിട്ട് ആ ഒരു ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകള് ആ കാഴ്ച കാണുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവര് ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകുമ്പോൾ അവള് പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ, എന്നാൽ നിങ്ങൾക്ക് വല്ലാതെ രക്തം പോകുന്നുണ്ട്. എന്നാൽ അവള് സമ്മതിക്കുന്നില്ല. അവസാനം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. സ്റ്റേഷന്റെ മുമ്പിലെത്തിയപ്പോ രക്തം വാർന്നിട്ട് അവള് മയങ്ങി വീണുപോവാണ്. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുറിവിന് മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ അവളെ കാണാൻ വരികയാണ്. എന്നിട്ട് അല്ല മാഡം, നിങ്ങൾ സ്വന്തം കൊലയാളെ പിടിക്കാൻ പോയിട്ട് അവസാനം പണി കിട്ടിയില്ലേ? അപ്പൊ ഹീറോൻ റാമിന്റെ കൊലയാളിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ വേറെ ആരുമല്ല, റോക്കി തന്നെയാണ്. അന്ന് ഞങ്ങൾക്ക് അപകടം സംഭവിച്ചില്ലേ, അതിന്റെ തലേ ദിവസം എന്റെ ഹസ്ബൻഡും റോക്കിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ഒരു ഹൂഡിയിട്ട് മുഖം മറിച്ചു വന്ന് ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അതിനിടയിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഞാൻ ഫോൺ ചെയ്തിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ പിടിച്ചു വലിച്ച് അവൻ വലിച്ചെറിയും ചെയ്തു. ഈ ഒരു ഫോണില് അവന്റെ ഫിംഗർ പ്രിന്റും ഉണ്ട്. അന്ന് രാത്രി അവനൊരു ജാക്കറ്റ് ധരിച്ചിരുന്നു. ആ ഒരു ജാക്കറ്റ് റോക്കിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ ജാക്കറ്റില് എന്റെയും എന്റെ ഹസ്ബൻഡ് റാമിന്റെയും ഫിംഗർ പ്രിന്റും ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവൻ പോയതെന്ന്? അവന്റെ വണ്ടിയുടെ ഇടതു ഭാഗത്തെ ബമ്പർ അതിൽ തകർന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവന്റെ ഷൂസ് ചെക്ക് ചെയ്താൽ ആ ഒരു സ്ഥലത്തുള്ള ചുവന്ന മണ്ണിന്റെ അംശവും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് നിങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻ വേറെ ലെവലായിട്ടുണ്ട്, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്ക്, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ പുറത്ത് വന്നുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ നമ്മുടെ റോക്കിയുടെ അച്ഛനെ വിളിക്കുകയാണ്. എന്നിട്ട് തന്റെ മകൻ ചെയ്ത ക്രൈമിനെ കുറിച്ച് അങ്ങേരോട് പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകൻ ഇതിൽ പെടാൻ പാടില്ല. ആ ഒരു പെൺകുട്ടിയെ അവളെ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യേ, അവള് ചോദിക്കുന്ന പൈസ വേണേ കൊടുക്കാം, പിന്നെ നിങ്ങൾക്ക് എത്ര വേണ്ടേ അതും പറഞ്ഞു. അപ്പൊ ഇൻസ്പെക്ടർ ആഹാ എന്നാ പിന്നെ അധികം നോക്കാനില്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് തിരിച്ച് ഹീറോന്റെ അരികിൽ വന്ന് ഹീറോയോട് പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷണം നടത്തിയ പോലെ ഞാനും എന്റെ ഭാഗത്ത് ഒരു അന്വേഷണം നടത്തിയപ്പോ എനിക്ക് മനസ്സിലായത് 6 കോടി രൂപ നിങ്ങളുടെ ഹസ്ബൻഡ് റാം റോക്കിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതികാരം വീട്ടാനാണ് അവൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊലപ്പെടുത്തിയത്. എന്നാൽ ഹീറോൻ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എനിക്ക് അറിയുന്നില്ലേ. എന്നാൽ ഇൻസ്പെക്ടർ നിങ്ങൾ അറിയാതെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ കഷ്ടപ്പെട്ട് അവനെ ജയിലിൽ അടച്ചുകഴിഞ്ഞാലും നിങ്ങളുടെ ഹസ്ബൻഡ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞ ആ ഒരു കേസുമായിട്ട് അവര് വീണ്ടും കോടതിയിൽ വരും. പിന്നെ റോക്കിയും ഫാമിലിയും വളരെ റിച്ചാണ്, അവൻ അറസ്റ്റ് ചെയ്താലും 2 ദിവസം കൊണ്ട് അവൻ പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഞാൻ റോക്കിയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവര് നഷ്ടപരിഹാരം തരും, അതും 1-2 രൂപയല്ല 10 ലക്ഷം രൂപ. പിന്നെ അവർക്ക് നഷ്ടപ്പെട്ട പൈസയുടെ കേസുമായിട്ട് നിങ്ങളുടെ പിന്നാലെ അവര് വരാനും പോകുന്നില്ല. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലേ. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് അതിനു മുൻപ് എനിക്ക് റോക്കി ഒന്ന് നേരിട്ട് കാണണല്ലോ, അതിനവൻ ബാങ്കോക്കിലല്ലേ, 4 മണിക്കൂർ കൊണ്ട് അവനും എത്താൻ പറ്റും. ഇനി അങ്ങനെയല്ലെങ്കിൽ എല്ലാ തെളിവും വെച്ച് റോക്കിയുടെ മേലെ ഞാൻ കേസ് ഫയൽ ചെയ്യും. അതുപോലെ നഷ്ടപരിഹാരത്തിന് അവന് എന്റെ മേലും കേസ് ഫയൽ ചെയ്തോട്ടെ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. അപ്പോൾ ഇൻസ്പെക്ടർ റോക്കിയുടെ അച്ഛനെ വിളിച്ചിട്ട് അവർക്ക് റോക്കി ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയുന്നത്. റോക്കിയെ എയർപോർട്ടിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്ത് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് ഞാൻ തന്നെ ബാങ്കോക്കിലേക്ക് കയറ്റി വിട്ടോളാം. അടുത്ത സീനില് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഹീറോയിൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹീറോയിനെ കാണാന് ചാരി വീട്ടിലേക്ക് വരികയാണ്. ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ആ ഒരു കത്തി കുത്തിയിട്ടില്ലേ ആ ഒരു കാര്യമൊക്കെ ചാരി അറിഞ്ഞിട്ടുണ്ട്. ചാരി ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാനല്ലേ ട്രൈ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് നിങ്ങൾ എന്നെ എന്താ പൊട്ടനാക്കുക? അപ്പൊ ഹീറോയിൻ അല്ല നീ എന്താ പറയുന്നേ, അന്ന് നിങ്ങളുടെ റൂമില് ആ ഒരു ഫോൺ ഞാൻ കണ്ടിരുന്നു, അതിൽ ആരുടെയും ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ അതിലെങ്ങനെയാ റോക്കിയുടെ ഫിംഗർ പ്രിന്റ് വന്നേ? അതുപോലെ അന്ന് റോക്കിയുടെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് അവന്റെ കാറ് ചെക്ക് ചെയ്തപ്പോ അതിലൊരു ഡാമേജ് ഉണ്ടായിരുന്നില്ല, എന്നാൽ കഴിഞ്ഞ ദിവസം ഹീറോയിൻ എല്ലാ ഡീറ്റെയിൽസും ഇൻസ്പെക്ടറോട് പറഞ്ഞിരുന്നില്ലേ? അതിനുശേഷം ഇൻസ്പെക്ടർ ചെക്ക് ചെയ്തപ്പോ ആ ഒരു കാറില് ബമ്പറിന്റെ ഭാഗത്ത് ഒരു ഡാമേജ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ അതും നിങ്ങൾ തന്നെയല്ലേ ക്രിയേറ്റ് ചെയ്തേ? അപ്പോഴാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് നമ്മൾ കാണുന്നത്. അന്ന് ചാരി ആ ഒരു കാറ് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു പോയില്ലേ, അതിന്
അതിനുശേഷം ഹീറോയിൻ ആ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് വാടക കൊടുക്കാണെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് മുകളിൽ 203 നമ്പറാണ്. എന്നാൽ ഓൾറെഡി റോക്കിയുടെ റൂമിന്റെ ആ ഒരു സ്പെയർ കീ ഹീറോയിൻ ഒപ്പിച്ചിട്ട് ആ ഒരു റൂം തുറന്ന് ആ ഒരു റൂമിൽ നിന്ന് റോക്കിയുടെ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്തിട്ടാണ് അവളുടെ ഫോണിൽ അവള് സെറ്റ് ചെയ്തത്. അതിനുശേഷം ഹീറോയിന്റെയും റാമിന്റെയും ഫിംഗർ പ്രിന്റിലെ റോക്കിയുടെ കോട്ടിലും പതിപ്പിക്കുകയാണ്. എന്നിട്ട് അവന്റെ ഷൂസിലെ ആ ഒരു സ്ഥലത്ത് നിന്നെടുത്ത മണ്ണും അവള് തേച്ച് പിടിപ്പിക്കുകയാണ്. മാഡം, ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്തേ? എങ്ങനെയാ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യണ്ടേ അത് മനസ്സിലാക്കാനല്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തന്നെ ചില ആൾക്കാരെ കയറ്റിയിട്ട് വീട് തകർത്തത്? അതായത് എങ്ങനെയാണ് ഫോറൻസിക് ടീം എവിഡൻസ് കളക്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കുകയും വേണം, അതുപോലെ എവിഡൻസ് ഫ്രെയിം ചെയ്യുകയും വേണം. ശരിക്ക് നിങ്ങൾ എന്തിനാ ട്രൈ ചെയ്യുന്നേ? അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ കാരണം അത് നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നല്ല രീതിയിൽ ഒരു കേസ് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അതുപോലെ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു കള്ളന്റെ ഹെൽപ്പ് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ അവന് ഞാൻ പൈസ കൊടുത്തിട്ടാണ് ആ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ അവനെ കൊണ്ട് എന്റെ പുറത്ത് ഞാൻ കത്തി വെച്ച് കുത്തിപ്പിച്ചത്. അതായത് അതിനുശേഷമെങ്കിലും പോലീസ് സീരിയസ് ആയിട്ട് ഒരു കേസ് എടുക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പാവപ്പെട്ട പല ആളുകളെയും ഫേക്ക് എവിഡൻസ് വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാറില്ലേ? എന്നാൽ യഥാർത്ഥ കൊലയാളി ഒരുത്തനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എവിഡൻസ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നത്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ റോക്കി എനിക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ചാരിക്ക് ഹീറോയിൻ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചാരി പറയുന്നുണ്ട് ഒരാളുടെ മേലെ ഫേക്ക് ആയിട്ടുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് തെറ്റല്ലേ, ഒരിക്കലും എനിക്കത് അനുവദിക്കാൻ പറ്റില്ല. അപ്പൊ ഹീറോയിൻ അതെനിക്ക് അറിയാം ചാരി, നീ ഇതൊന്നും സമ്മതിക്കില്ലെന്ന്, അതുകൊണ്ട് കുറച്ച് നേരം നീ ഇവിടെ റെസ്റ്റ് ചെയ്യേ. അപ്പോഴാണ് ചാരിക്ക് മയക്കം വരുന്നത്. അതായത് കുറച്ചു നേരത്തെ ഹീറോയിൻ ജ്യൂസ് കുടിക്കാൻ കൊടുത്തിരുന്നില്ലേ, അതില് മയക്കം മരുന്ന് മിക്സ് ചെയ്തിരുന്നു. അവനും മയങ്ങി വീണു പോവാണ്. അതേ സമയത്ത് റോക്കിയും ഇൻസ്പെക്ടറും നമ്മുടെ ഹീറോയിനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ ഇനി അവൾ എന്തെങ്കിലും ഉടായ്പ കാണിക്കാൻ ശ്രമിച്ചാലേ ടേബിളിന്റെ അടിയില് ഞാൻ ഗണ്ണ് വെച്ചിട്ടുണ്ട്, അതെടുത്ത് അവളെങ്ങ് തീർത്തേക്ക്, ബാക്കി എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നത്. ആ ഒരു ഇൻസ്പെക്ടർ ഹീറോയിനെ മുഴുവനായിട്ട് അരിച്ച് പെറുക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ ആയുധം പോലും അവള് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റോക്കിയുമായിട്ട് സംസാരിക്കാന് ഹീറോയിനെ ഉള്ളിലേക്ക് പറഞ്ഞയക്കുമ്പോ റോക്കി ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഹസ്ബൻഡിനെ ഞാനാ കൊലപ്പെടുത്തിയെന്ന് എങ്ങനെയാ നിനക്ക് സ്ഥിരീകരിക്കാൻ പറ്റുക? അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? പിന്നെ ഇൻസ്പെക്ടർ പറയുന്ന പോലെ എന്റെ കാറില് നിങ്ങളുടെ വണ്ടി ഇടിച്ച പോലെ ഡാമേജ് വന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അതുപോലെ നിങ്ങളുടെ ഫോണില് എന്റെ ഫിംഗർ പ്രിന്റ് വന്നത് അതും എനിക്കറിയില്ല. പിന്നെ ആ ഒരു ബാറിൽ വെച്ച് നിന്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ഒരു ഫൈറ്റ് നടത്തിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്ററിനോടായിരുന്നു അന്ന് ഞാൻ കയർത്തിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടി ആ ഒരു വിഷ്വല് ശരിക്കും ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ് ഹീറോയിൻ പറയുന്നുണ്ട് അതെനിക്ക് നേരത്തെ അറിയാല. അതായത് ആ ഒരു വെയിറ്ററിനോട് ഹീറോയിൻ സംസാരിക്കുമ്പോൾ തന്നെ വെയിറ്റർ പറഞ്ഞത് അന്ന് റോക്കി സാറും രാം സാറും ആയിരുന്നില്ല ഫൈറ്റ് ചെയ്ത്, അങ്ങനെ എന്നോടിരുന്നു കയറിയ. എന്നാൽ ആ ഒരു വെയിറ്ററിന് പൈസ കൊടുത്തിട്ടാണ് ആര് ചോദിച്ചാലും റോക്കിയും റാമും തമ്മിലാണ് ഫൈറ്റ് നടന്നതെന്ന് സാക്ഷി പറയാൻ പറഞ്ഞിരുന്നേ. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് നിന്റെ പേരിൽ കളക്ട് ചെയ്ത ഓരോ എവിഡൻസ് ഇല്ലേ അത് മുഴുവനായിട്ട് ഞാൻ തന്നെ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാ. അത് കേട്ടപ്പോ റോക്കി ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാ നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പോ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് 22-ാം തീയതി നടന്നത് നീ മറന്നുപോയോ? സ്നേഹയെ ഓർമ്മയുണ്ടടാ. ആ ഒരു പേര് കേട്ടപ്പോ അവന്റെ മുഖഭാവം തന്നെ മാറാണ്. അപ്പോഴാണ് ശരിക്ക് 22-ാം തീയതി എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നത്. അതായത് ഹീറോയിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ പേരാണ് സ്നേഹ. അവളും ഹീറോയിന്റെ അതേ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 22-ാം തീയതി ജോലി കഴിഞ്ഞിട്ട് സ്നേഹ ബസ് കാത്തുക്കുമ്പോഴാണ് ആ വഴി നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് റാമും റോക്കിയും കാറിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ റാമിന് സ്നേഹയും സ്നേഹക്ക് റാമിനെ അറിയാലോ. അപ്പൊ റാം എന്തിനാ ബസ് കാത്തുക്കുന്നത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. സ്നേഹ എന്താ കരുതിയെ, തന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് അല്ലേ. അങ്ങനെ അവളും ആ ഒരു കാറിൽ കയറിയതാണ്. എന്നാൽ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് പോയപ്പോ പെട്ടെന്ന് റോക്കി ഹാൻഡ് ബ്രേക്ക് വലിക്കുകയാണ്. എന്നിട്ട് റാമും റോക്കിയും പുറത്തിറങ്ങിയിട്ട് പെൺകുട്ടി ഒറ്റക്ക് കുടുങ്ങിയതല്ലേ വെറുതെ വിടണ സ്നേഹയോട് പറയുന്നുണ്ട് വണ്ടിയുടെ ടയർ കംപ്ലൈന്റ് ആണ്. എന്നാൽ പുറത്തിറങ്ങിയപ്പോ അവള് ടയർ നോക്കുമ്പോൾ ടയറിന് ഒരു കുഴപ്പമില്ല. അപകടം മനസ്സിലാക്കിയിട്ട് അവളോടൊന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോ റോക്കി ഡ്രഗ്സ് പുറത്തെടുത്ത് അവളുടെ മുഖത്തേക്ക് ഇടുകയാണ്. അതിൽ അവള് മയങ്ങി താഴെ വീണ് പോയിട്ടുണ്ട്. എന്നിട്ട് റോക്കി ക്രൂരമായിട്ട് അവളെ ഉപദ്രവിക്കുകയാണ്. ആ ഒരു കാഴ്ച റാമും കണ്ടുകൊണ്ട് നിൽക്കായിരുന്നില്ലേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവനും അവളോട് ക്രൂരമായിട്ട് പെരുമാറുന്നുണ്ട്. അതിനുശേഷം അവള് രക്ഷപ്പെടാൻ നോക്കുമ്പോ അവര് രണ്ടുപേരും ചേർന്നിട്ട് അവളെ കൊന്നുകളയാണ്. എന്നാൽ റോക്കി റിച്ച് അല്ലേ, അവന്റെ പൈസയും പവറും ഉപയോഗിച്ചിട്ട് ആ ഒരു മർഡർ തന്നെ അവൻ തേച്ചു മാച്ച് ഇല്ലാതെയാക്കാണ്. എന്നിട്ട് ഹീറോനോട് റോക്കി ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ ഹസ്ബൻഡ് എന്നെ കാട്ടിക്കൊടുക്കുന്ന ഭയന്നിട്ട് ഞാനാണ് അവനെ കൊലപ്പെടുത്തിയെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ ഹസ്ബൻഡിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനല്ല അവനെ കൊലപ്പെടുത്തിയത്. പിന്നെ പല തെളിവും ക്രിയേറ്റ് ചെയ്തിട്ട് നിന്നെ ബാങ്കോക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഞാൻ കൊണ്ടുവന്നില്ലേ, അതെന്തിനാണെന്നറിയോ? റോക്കി നിന്നെ കൊന്നുകളയാനാ. എന്നിട്ട് വേറെ ലെവലിൽ ട്വിസ്റ്റ് റിവീലാണ്. ഹീറോയിൻ പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡിനെ ആരാ കൊന്നെന്നറിയോ? വേറെ ആരുമല്ല ഞാൻ തന്നെയാ. അതായത് സ്നേഹയുടെ കൊലപാതകം ഏതോ നോർത്ത് ഇന്ത്യൻസ് ആണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടല്ലേ നീയൊക്കെ കേസ് ക്ലോസ് ചെയ്തേ. സ്നേഹ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളുടെ വിയോഗം എനിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് എന്നെ സമാധാനിപ്പിക്കാനായിട്ട്
അന്ന് രാത്രി എന്റെ ഹസ്ബൻഡ് റാമില്ലേ ആ ഒരു മല മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ഞാനും റാമും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ റാം എനിക്ക് ജ്യൂസ് എടുത്തുകൊണ്ടുവരാനായിട്ട് തിരിച്ചു പോയതാണ്. അപ്പോഴാണ് എന്റെ ഫോണിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്നേഹ അയച്ച മെസ്സേജ് വരുന്നത്. അതൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പോ റോക്കി സ്നേഹയെ ഉപദ്രവിച്ച് തിരിച്ചു പോയില്ലേ, അതിനുശേഷം നമ്മുടെ ഹീറോന്റെ ഹസ്ബൻഡ് റാമില്ലേ അവൻ വന്നിരുന്നില്ലേ, അതിനുശേഷം അവള് ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിന് അയച്ചതാണ്. അവൾ ആ വീഡിയോ കണ്ട് തകർന്നിരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡും ആ വിഷ്വല് കണ്ടിട്ടുണ്ട്. ഹീറോയിൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? കുറച്ച് മാസത്തില് നമ്മുടെ കുഞ്ഞ് ജനിക്കില്ലേ, നീ കുഞ്ഞിനോട് എന്താ പറയാൻ പോന്നെ? നിന്റെ അച്ഛൻ ജയിലിലാണെന്നോ? എന്നാൽ അവള് സമ്മതിക്കുന്നില്ല. നീയൊക്കെ ഇത്ര ക്രൂരനായിരുന്നോ? വേഗം തന്നെ അവള് പോലീസിനെ വിളിക്കുകയാണ്. എന്നാൽ അതിനുള്ളില് അവൻ ആ ഫോൺ വാങ്ങി വലിച്ചെറിഞ്ഞ് അവളെ അടിച്ച് താഴെയിടാണ്. ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിലാണ് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നത്. എല്ലാ സങ്കടവും അവൾ കടിച്ചമർത്തിയിട്ട് അവളുടെ കയ്യിൽ കിട്ടിയ കല്ല് വെച്ച് അവൻ അടിക്കുമ്പോൾ അവൻ തെറിച്ച് കൊക്കയുടെ അരികിലേക്ക് വീഴുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാന് അവൻ കേണു നോക്കിയിട്ടു അവള് ചെവി കൊണ്ടില്ല. കയ്യിൽ കിട്ടിയ കല്ല് വെച്ച് അവന്റെ തലക്കടിച്ച് അവനെ താഴേക്ക് തള്ളിവിടാണ്. അങ്ങനെയാണ് റാം കൊല്ലപ്പെട്ടു പോകുന്നത്. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, റാം തെറിച്ച് താഴത്തേക്ക് വീണില്ലേ, വീഴുന്നതിന് മുൻപ് അവന്റെ വായിൽ നിന്ന് അവന്റെ കൂടെ വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നു എന്നൊരു വാക്ക് ഞാൻ കേട്ടിരുന്നു. അങ്ങനെയാടാ നീ തന്നെയാണെന്ന് ഉറപ്പിക്കാന് അന്ന് 22-ാം തീയതി നിങ്ങൾ എന്റെ ഫ്രണ്ടിനോട് ചെയ്തില്ലേ, ആ ഡേറ്റ് നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചേ. അത് കണ്ടപ്പോ തന്നെ നീ പേടിച്ച് തിരിച്ചു വിളിച്ചില്ലേ, അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചടാ നീ തന്നെയാണ് എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടാളിയെന്ന്. ഇനിയും നിന്നെ ഞാൻ വെറുതെ വിടുന്ന നീ കരുതുന്നുണ്ടോ? എന്നാൽ അത് കേട്ട ഉടൻ തന്നെ ഓൾറെഡി ഇൻസ്പെക്ടർ കൊടുത്ത ആ ഒരു കണ്ണ് റോക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നില്ലേ, അത് വെച്ച് ഹീറോയിന് ഷൂട്ട് ചെയ്യാണ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് കുറച്ചു നേരത്തെ റോക്കി കാണാൻ വന്നപ്പോ ഇൻസ്പെക്ടർ ഹീറോയിന്റെ ബാഗ് മുഴുവനായിട്ട് ചെക്ക് ചെയ്തിരുന്നില്ലേ, അങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഇൻസ്പെക്ടർ കാണാതെ ഇൻസ്പെക്ടറിന്റെ കണ്ണ് തന്നെ നമ്മുടെ ഹീറോയിൻ അടിച്ചു മാറ്റിയിരുന്നു. അപ്പോ റോക്കി ഹീറോയിന്റെ നേരെ ഒരു ഷൂട്ട് ചെയ്തപ്പോ ഹീറോയിൻ തിരിച്ച് അവന്റെ നേരെ തുരുതുര ബുള്ളറ്റ് ഇറക്കാണ്. അതില് റോക്കി ചത്ത് മലച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാല, നീ അവനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താൻ നോക്കി, അപ്പോ അവൻ നിന്നെയും കൊന്നൂന്ന്. ഞാൻ ഈ കേസ് ഫ്രെയിം ചെയ്താ പോരെ? എന്നാൽ അതിനുള്ളില് ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം വെച്ചിട്ട് ഇൻസ്പെക്ടറിന്റെ കഴുത്തിലായിട്ട് ഒരു വര ഹീറോയിൻ ഇടുന്നുണ്ട്. അതില് ഇൻസ്പെക്ടറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ചാരി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചാരി റിപ്പോർട്ട് എഴുതുന്നത്. അതായത് ഹീറോയിനെ റോക്കി വിളിച്ചു വരുത്തിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹീറോയിന് ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണ്. ഓൾറെഡി നമ്മുടെ ഹീറോയിന്റെ ഫോണിൽ നിന്ന് ആ ഒരു വീഡിയോ ചാരി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും ചാരിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹീറോയിന്റെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണാണ്. ഹീറോയിൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഹീറോയിന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുയാക്കാറുണ്ടായിരുന്നു. എന്നാൽ അയാളില്ലേ ചെറിയ പെൺകുട്ടിയായ ഹീറോയിനെ പലപ്പോഴും അബ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചെറിയ കുട്ടിയായിരുന്ന ഹീറോയിനൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പോഴാണ് ഒരു ദിവസം അയാൾക്ക് അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഡോക്ടർ ഹീറോയിനോട് പറയുന്നുണ്ട്, മോളെ നിന്നോട് മാമനെന്തോ പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ പെൺകുട്ടിയായ ഹീറോയിൻ അങ്ങനെ കാണാൻ പോകുമ്പോൾ അയാൾ പറയുന്നുണ്ട്, മോളെ നിന്നോട് ഞാൻ ചെയ്തു പോയനെ, നീ എന്നോട് ക്ഷമിച്ചേക്ക്, നിന്നോട് ചെയ്തതിനൊക്കെ ദൈവം എനിക്ക് ശിക്ഷ തന്നതാണ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ഹീറോയിൻ പറയുന്നുണ്ട്, ദൈവമല്ല ശിക്ഷ എന്ന്, ആ ശിക്ഷ തന്നത് ഞാൻ തന്നെയാ. അതായത് മാമൻ കുളിക്കാൻ പോകുമ്പോൾ തെന്നി വീഴാനായിട്ട് അവള് ആ ഒരു ബാത്റൂമില് എണ്ണ തേച്ചു വെച്ചതും അങ്ങനെ അടിച്ചുകുത്തി നിലത്തുകൊണ്ടാണ് അങ്ങേര് അടിച്ചു പോയതും. ചെറിയ കുട്ടിയായിരുന്നപ്പോ തന്നെ തന്നെ ഉപദ്രവിച്ച ഒരാളോട് പക വീട്ടിയ നമ്മുടെ ഹീറോയിൻ അവളുടെ ജീവിതം നശിപ്പിച്ച, അതുപോലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ജീവിതം ഇല്ലാതാക്കിയ അവളുടെ ഹസ്ബൻഡിനോടും അവന്റെ കൂട്ടുകാരനോടും ക്ഷമിക്കുവോ? അവരെ വെറുതെ വിടുവോ? ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? നിങ്ങൾ പ്രതീക്ഷ പോലെ ആവശ്യത്തിന് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരിചയപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.